ചെറുത് സോൾ റെഡി ഫോർ എ ട്രിപ്പ്. ഓക്കെ, ചെറുതിനെ നോക്ക്. ചെറുതെ ഫിറ്റ് ചെക്ക് ചെയ്യണുണ്ട്. അപ്പോൾ എന്താ ചെയ്യാത്ത ചെറുതെ? അല്ലേ മാർക്ക് കടന്നു പോകുന്നു. ഫിറ്റ് ചെക്ക് ചെയ്യണ്ട നീ. വൈകിട്ട് കാലത്ത് നമ്മൾ എവിടേക്കാണ് പോയാൽ ഫുഡ് അടിക്കാൻ പോയി. വൈകിട്ട് ഞങ്ങളിപ്പോൾ ലിംഗരാജ് ടെമ്പിളിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ. ഓക്കെ, വി ആർ സ്റ്റാർട്ടിങ്. ഓക്കെ ഗൈസ്, ഞങ്ങളിതേ വണ്ടി എടുക്കാൻ പോകണേന്ന്. നിങ്ങൾക്കും വണ്ടി എടുക്കണോ? ജോയിൻ ചെയ്യൂ. ഓക്കേടാ, പോവാന്ന്. എൻ്റെ പൊന്നെ, നീ സീനാക്കല്ലോ അല്ലാണ്ട്. വാ. നിനക്ക് ബാഗ് ഇടാൻ പറ്റുമോ? ഇത് ഫ്രണ്ടിൽ വെച്ചാ പോരെ? മതിയല്ലോ. ഓക്കെല്ലോ, ലെറ്റ്സ് ഗോലോ. ഓ, എന്തൊരു ആശ്വാസം. ഓ ഷിറ്റ്. എടി കോടെടുത്തോ? കോടെടുത്തോ? ആവശ്യം വരും. ഇതിന്റെ ഉള്ളിൽ വയ്ക്കാം. വേഗം പോയി എടുത്തിട്ടോ. പോ. Come on, make it fast, shorts. Let's go. Oh shit. Stand ഇട്ടില്ല. കുറച്ച് പിന്നിക്ക് ഇറങ്ങിയടി. കുറച്ചുകൂടി ഇറങ്ങ്. എൻ്റെ അടിക്ക് ഞാൻ പിടിച്ചിട്ട് ചെറുതെ. ഗുപ്ചുപ് ചേട്ടൻ എല്ലാ ദിവസം വരുന്നുണ്ടല്ലോ. വെയിറ്റിംഗ് ഫോർ ലൊക്കേഷനാ? നീയേ നമ്മളെ കറണ്ട് ലൊക്കേഷനുള്ള ആരോ മാർക്ക് നോക്കിയാൽ മതി. അത് നീങ്ങുന്നുണ്ടോ? മനസ്സിലായ? എന്റെ പൊന്നെ, we are in the wrong way. അല്ല, എവിടെ നീങ്ങുന്നു? ഒന്നും നീങ്ങുന്നില്ലല്ലോ. റീസെന്റർ അടിക്ക്. we are in the wrong way. ആണോ? പിന്നിലേക്കാ പോണ്ടേ? അല്ല, ലെഫ്റ്റാ പറഞ്ഞേ. പറഞ്ഞത് സർവേ ഓഫ് ഇന്ത്യ റോഡ്. ഇതാണ് സർവേ ഓഫ് ഇന്ത്യ റോഡ്. സർവേ ഓഫ് ഇന്ത്യ റോഡ്. അപ്പൊ അങ്ങോട്ടേക്ക് കാണിക്കണേ? അങ്ങോട്ടേക്ക് കാണിക്കണേ? ബാക്കിലേക്കാണ്. നീ നോക്ക്. നമ്മളിപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷനാ പോണേ. കണ്ട? അതുകൊണ്ട് റീറൂട്ട് ചെയ്യില്ല അവര്. ഈസി അല്ലേ? നീ ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ട് ഫോണിന്റെ ഒരു ബേസിക് സംഭവം പോലും അറിയാത്ത ഇവളൊക്കെ നീ എന്തിനാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ഇയറാ ഇത്. എൽ കെ ജി അല്ല, 10ാം ക്ലാസ് പിള്ളേർക്ക് വരെ അറിയാതൊക്കെ. Did you see that Malkar? The Malkar is nothing, sir. Okay, let's go. ജഡ്ജ് പോലെ വരണ വണ്ടിയോട്. എങ്ങനെയുണ്ട്? പവർ കൂടിയാ? കുറയ്ക്കണ ഞാൻ? Look at the architecture, guys. Oh, architecture. Wow. Scene. ഉള്ളിൽ കയറാൻ പറ്റുമോ ഗൈസ്? ഇത് ടൂറിസ്റ്റ് സൈറ്റ് അല്ല, എന്തായാലും കയറാൻ പറ്റും. എന്താണ് ഇതൊരു സെക്ഷൻ ആയിട്ടോ. ഒരു ബിൽഡിംഗ് അവിടെ, സോറി, രണ്ടെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് പോലെ, അമ്പലത്തിൻ്റെ ഒരു കോമ്പൗണ്ട് മെയിനായിട്ടുള്ളതാണ് അവിടെ. ഗൈസ്, ഇതാണ് ലിംഗരാജിൻ്റെ ആ ടോപ്പ്
അമ്പലം വലുത്. Yeah, so pretty from ഉള്ളില് inside. വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അപ്പൊ പുറത്തുനിന്ന് എടുക്കുവാണ്. എന്തായാലും ആ സൈഡ് ഫുൾ റൗണ്ട് അടിക്കാൻ പോവാ. നീ വീണ്ടും ഇരിക്കുന്നുണ്ടോടി? No. ഞാൻ ഇരിക്കും. വരുന്നുണ്ട്. അല്ല, ഞാൻ എല്ലാവരുടെ ഒപ്പം വരുന്നുണ്ട്. എന്തായാലും ഇവിടെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് വീഡിയോ എടുക്കാൻ. അവിടെ കിട്ടുമോ അത് നോക്കിയിട്ട് നടക്കണം. ഉള്ളില് ഞങ്ങൾ കറങ്ങിയപ്പോൾ അത് കണ്ടു, ഒരു പ്ലാറ്റ്ഫോം. ലെറ്റ്സ് സീ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. അല്ലേ ജോൺസ്? അതെ. പിന്നെ തേങ്ങ നീ വേണമെങ്കിൽ പോയിരുന്നോട്ടോ അവിടെ. No. I don't want to. Auntie is so pretty. Guys, ഇതും അമ്പലത്തിന്റെ ഒരു പോർഷൻ ആണ്. അതിന്റെ മേലെ നിൽക്കാം, അതിന്റെ മേലെ നിന്നിട്ട് ആ മെലിന്ദ വാന്ന്. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്ലാറ്റ്ഫോം. ഇതുകൂടെ നിന്നിട്ട് കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, എൻ്റെ പിന്നിൽ കാണാൻ പറ്റുന്നത് മൊത്തം ആർക്ക് കടന്നു. ഓക്കെ, എൻ്റെ പിന്നിലാണ് ആ കോമ്പോ. ഈ ഒരു അമ്പലമാണ് ഫുൾ. ഇതിലെത്ര 108 അങ്ങനെ പറഞ്ഞു കേട്ട. 108 അമ്പലം, അതായത് ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്, അതുപോലെ വലുതുണ്ട്. ഈ കാണുന്നതല്ല, അതിൻ്റെ അപ്പുറം ഉണ്ട്. ഈ വലിയ അമ്പലത്തിൻ്റെ പിന്നിലും ഉണ്ട് കുറച്ച് അമ്പലങ്ങൾ. അതൊരു അമ്പലം, ചെറിയൊരു അമ്പലം. ഇപ്പുറത്തൊരു അമ്പലം, ഇതമ്പലം, ഇതമ്പലം, ഇതമ്പലം. അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. ആ രണ്ടിൻ്റെ ഇടയിൽ ഒരു അമ്പലം ഉണ്ട്. അവിടെ ആ ഒരു അമ്പലം ചെറുത്. അതെ, 1 2 3 അമ്പലം. ആ 2 ചെറുതാ, അതിൻ്റെ അത്രയും വലുപ്പമുള്ളതുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ നഗരി എന്നറിയപ്പെടുന്ന ഭുവനേശ്വറിലാണ് പുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ലിംഗരാജ ശിവക്ഷേത്രം ഉള്ളത്. വളരെ പണ്ട് പാർവതി ദേവി അവിടെയുള്ള ഒരു വലിയ മാവിന്റെ ചോട്ടില് ഒരു ശിവലിംഗം കണ്ടുപിടിച്ച് പൂജിക്കുകയും അന്ന് അവിടം ഭരിച്ചിരുന്ന 2 രാക്ഷസന്മാരെ കൊല്ലുകയും ചെയ്തു. ഇതിന്റെ ഒക്കെ സന്തോഷ സൂചകമായിട്ടാണ് ശിവൻ പാർവതിക്ക് അവിടെ ഒരു കുളം പണിത് കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു പോകാൻ നിൽക്കുക. ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിലേക്ക് കയറി എടുക്കണമെങ്കിൽ വേറെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കണം. അതുകൊണ്ട് പെർമിഷൻ എടുക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ പുറത്ത് ഇത് ആ അമ്പലത്തിൻ്റെ പുറത്താണ്. പുറത്തുള്ളൊരു എന്താ പറയുക ഇനി ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റും. പ്ലാറ്റ്ഫോം ആയാലും കുഴപ്പമില്ല. അത് ഇപ്പുറത്തെ സൈഡ്. ഇതൊക്കെ ആ കോമ്പൗണ്ടിനുള്ളിലാണ് അമ്പലം. പുറത്തുനിന്ന് എടുക്കാം, അങ്ങനെ തന്നെ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ തിരിച്ചു പോകണം കഴിച്ച്. ഞങ്ങൾ തിരിച്ചു പോകാം. സൈനിങ് ഓഫ് ഒന്നുമില്ല. ഇനി ഇവിടുന്ന് തുടങ്ങാൻ പോകണം. ഇനി പിടിക്കാം അല്ല, ഇനി എവിടേക്കാ പോകണ്ടേന്ന് ചോദിച്ചു. എന്നെ കൊണന്നാക്കിയിട്ട് എനിക്കൊന്ന് എവിടെയെങ്കിലും കറങ്ങാൻ പോകാം. എന്നെ വീട്ടിൽ കൊണന്നാക്കാം. ഓക്കെ, ഓടി. നീ എന്തായാലും അവിടെ പോയ അല്ല അവിടെ ഇരിക്കല്ലോ. എവിടെ പോയി ഇനി എവിടെയെങ്കിലും സ്ഥലം പോയി നീ അവിടെ ഇരിക്കല്ലോ. ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് അത് നോക്കാം നമുക്ക്. അത് നാളെ പോവാലോ. അത് വീട്ടുകാരെ വിളിക്കാം. ആൻറ്റീനെ കൊണ്ടുപോവാം. ഊബർ വിളിച്ചു പോവും. അല്ലേ, ഓക്കെ. കോമ്പൗണ്ട്
ഞങ്ങളിത് ഇവിടേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ആ ഡാഡി 82 നമ്പർ ഓഫ് ഇത് 80 ചെറിയ ചെറിയ അമ്പലം പോലത്തെ സംഭവം കണ്ടോ? അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കുളത്തിന്റെ അടുത്തുള്ള ശിവലിംഗത്തിന്റെ മേലെയാണ് 10-ാം നൂറ്റാണ്ടില് സോമവംശജനായ രാജാവ് യയാതി കേസരി ലിംഗരാജ ക്ഷേത്രം പണിയുന്നത്. പിന്നീട് 11-ാം നൂറ്റാണ്ടില് രാജാവ് ജജാതി കേസരി പുതുക്കി പണിതാണ് നമ്മൾ ഇപ്പോ കാണുന്ന ലിംഗരാജ ക്ഷേത്രം. ഇതിന്റെ ഉള്ളില് 108 ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങളുണ്ട്. ഇതിൽ 180 അടി ഉയരമുള്ള ഏറ്റവും വലിയ അമ്പലത്തിന്റെ ഉള്ളിലായിട്ടാണ് സ്വയം സൃഷ്ടിയായി വന്നു എന്ന് പറയപ്പെടുന്ന ശിവലിംഗം ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ലിംഗരാജ് ടെമ്പിളിൻ്റെ കുറച്ച് വിസിറ്റ് ഇന്ന് കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. വി ആർ ഗോയിങ് ബാക്ക്. ഓക്കെ. So guys, we going back home. Yeah. Enough. We're gonna show once we reach. I'm pretty bad at vlogging.